ഹലോ ഫ്രാൻസ്, ഇത് ഗ്രാങ് താക്കിന്റെ രണ്ടാം ഭാഗമാണ്. അസർത്താൻ നിസാമുദ്ദീനിലേക്ക് പോകുന്ന ട്രെയിന് ന്യൂഡൽഹിയിലേക്ക് പോകേണ്ട ട്രെയിനിലെ രണ്ടാം ഭാഗത്താണ്. ഇത് രണ്ടാം ഭാഗമാണ് കാണുന്നത് നിങ്ങളിപ്പോൾ. ഇതും ഏതോ ഒരു ഏരിയയാണ്. ഇത് ഏത് സംസ്ഥാനം? ഇത് ആന്ധ്രാപ്രദേശോ ഉത്തർപ്രദേശോ ഏത് സംസ്ഥാനം എനിക്കറിയുന്നില്ല. ഇത് ആന്ധ്രാപ്രദേശോ ഉത്തർപ്രദേശോ ഏതോ ഒരു സംസ്ഥാനത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ഭാഷയും വ്യത്യാസം ഉണ്ടാവും, ഭാഷകളും. ഒരു മെമ്മു ട്രെയിൻ പോകുന്നുണ്ട്. മെമ്മു കണ്ട, ഒരു മെമ്മു ട്രെയിൻ കണ്ടില്ലേ ഇവിടെ? അത് പോയി. അതിനപ്പുറം വേറെ റെയിലുണ്ടല്ലേ. ഗ്രാങ് താക്ക് ഒരു LHP ട്രെയിൻ. ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇനിയും കുറേ ദിവസം അല്ല, കുറേ സമയമുണ്ട് കേട്ടാ ന്യൂഡൽഹിയിലേക്ക് എത്തണമെങ്കിൽ. ഇനിയും കുറേ സമയമുണ്ട് ന്യൂഡൽഹിയിലേക്ക് എത്തണമെങ്കിൽ. ഇപ്പോഴൊന്നും എത്തിയില്ല ന്യൂഡൽഹിയിൽ. ഇനി നാളെ രാവിലെ എത്തും. മെയ് 27-ാം തീയതി. നാളെ രാവിലെ മെയ് 27-ാം തീയതി. ഇന്നും ഒരു ദിവസം നമ്മൾ ട്രെയിനിൽ ഉറങ്ങുന്നതായിരിക്കും. പറഞ്ഞ മനസ്സിലായ? ഇന്നും ഒരു ദിവസം ഞാൻ ട്രെയിനിൽ ഉറങ്ങുന്നതായിരിക്കും. ഇന്നും കൂടി കഴിഞ്ഞെങ്കിൽ പിന്നെ നാളേക്കും ന്യൂഡൽഹിയിലേക്ക്. ഒരു ടൗണാണ് അപ്പുറം. ടൗൺ ഇതാണ് കമ്പാർട്ട്മെൻറ്റുള്ളൂ. സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾഭാഗം. സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ കണ്ടല്ല. സ്ലീപ്പറിൻ്റെ കോച്ച് കമ്പാർട്ട്മെൻറ്റിൻ്റെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ്. ഈ ട്രെയിൻ അത്ര വൃത്തിയില്ല. എന്തൊരു സ്മെല്ലെന്നറിയോ? മൂത്ര സ്മെല്ലാണ് അടിക്കുന്നത്. മൂത്ര സ്മെല്ല്. ഈ ട്രെയിൻ മൂത്ര സ്മെല്ല്. ഡീസലിൻ്റെ സ്മെല്ലും അടിക്കുന്നുണ്ടല്ലേ. ഡീസലിൻ്റെ സ്മെല്ലും ഉണ്ട്. ഡീസലിൻ്റെ സ്മെല്ലും ഈ പോലെ ട്രെയിന്. ഈ ട്രെയിൻ അത്ര മലയാളികളുണ്ടായില്ല. വേറെ ഇവിടെ വെക്കുന്നാലും മലയാളികളല്ല. ഫാക്ടറിൽ ഫുള്ളും ഈർത്ത ഭാഷേൻ്റെ ആളേക്കും. വെക്കുന്നാലും മലയാളി ഉണ്ടായില്ല. പിന്നെ പറയാൻ വിചാരിച്ചത്, ഈ ഫാക്ടറി ഈർത്ത ശ്രദ്ധിക്കണ്ട കേട്ടാ. മലയാളം പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. വേറെ ഭാഷത്താൽ ശരിക്കും മലയാളം പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈർത്താൾക്ക് അത്ര മലയാളം ഭാഷ അറിയില്ലല്ലോ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശും മലയാളം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. വേറെ ഭാഷത്താളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അവർക്കെല്ലാം മലയാളം അറിയില്ലല്ലേ, പറഞ്ഞാൽ മനസ്സിലായില്ലല്ലേ. പക്ഷെ വേറെ ഭാഷത്തെ ആൾ അറിയണമെങ്കിൽ വേറെ ഭാഷ സംസാരിച്ച് പറയണം. ഇപ്പോൾ തമിഴ്നാട്ടിലത്തെ ഭാഷ ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ സംസാരിച്ച് പറയണം. ഇങ്ങനെ സംസാരിച്ച് പറയണം കേട്ടോ. എങ്ങനെ ഉണ്ടെങ്കിൽ പൈസ കൊടുത്ത് എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ അവർ ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശിൻ്റെ ഭാഷ ഉണ്ടെങ്കിൽ അതേപോലെ അറിയാത്താലും മലയാളത്തിൽ എങ്ങനെ സംസാരിക്കാം ശ്രദ്ധിച്ചിട്ട്. അറിയുന്നാൾ അതേ ഭാഷയോട് പറയണം, അറിയുന്നാളുണ്ടെങ്കിൽ. അതേപോലെ ഡൽഹിയിൽ അതേപോലെ ഡൽഹിക്കാരെ ഡൽഹി ഭാഷയോട് വിഷം പറയണം. മലയാളികൾ ഡൽഹി ഭാഷയോടും വിഷം പറയണം. മലയാളികൾ ഡൽഹി ഭാഷ അറിയണമെങ്കിൽ പറയണം.
പിന്നെ ആരും മലയാളം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ രാജസ്ഥാന് എവിടെ വെച്ചെങ്കിൽ അജ്മീറും മലയാളം അറിയുന്ന അല്ല ആർത്ത ഭാഷ അജ്മീർത്തെ രാജസ്ഥാൻ ഭാഷ അറിയുന്നെങ്കിൽ ആ ഭാഷയിൽ പറയണം. അറിയാത്തവർ മലയാളത്തിൽ ശ്രദ്ധിച്ചിട്ട് വിസം പറയണം കേട്ടോ. അവർക്കെല്ലാം മലയാളം അത്രയ്ക്ക് അറിയില്ലല്ലോ. മലയാളം അത്രയ്ക്ക് അറിയില്ലേക്കും. അതാണ് ഇപ്പോൾ പറയുന്നത്. അതാണ് അനക്ക് മലയാളി അറിയൂ. അനക്ക് വേറെ ഭാഷയൊന്നും അറിയില്ല. അനക്ക് മലയാളം മാത്രം. തമിഴ്നാട് അറിയില്ല, ആന്ധ്രാപ്രദേശ് അറിയില്ല, ഉത്തർപ്രദേശിലെ ഭാഷ അറിയില്ല, ഉറുദു അറിയില്ല. എനിക്ക് ഒരു ഭാഷ വരെ എനിക്കറിയില്ല. എനിക്കറിയില്ല മലയാളം മാത്രമേ അറിയൂ. ഹിന്ദി, ഇംഗ്ലീഷ് ഒരു ഭാഷ വരെ എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ അറിയുന്നെങ്കിൽ ആ ഭാഷയോട് പറഞ്ഞിട്ട് സോൾവ് ആക്കാം. പക്ഷെ മലയാളത്തിൽ അറിയാത്താലും മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ അറിയാത്തോണ്ട് ദേഷ്യപ്പെടും വേറെ ഭാഷത്താലും മലയാളം അറിയാത്തോണ്ട് ആണെങ്കിൽ. പിന്നെ പിടിച്ചോണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അവിടെ ശ്രദ്ധിച്ചിട്ട് കളിക്കണം കേട്ടോ. ഉണ്ടല്ലോ. എനിക്ക് മലയാളിയെ അറിയും. എനിക്ക് ഒരു ഭാഷ വരെ അറിയില്ല, മലയാളി മാത്രം. അവിടെ ഞാൻ ശ്രദ്ധിക്കും. ഗ്രാങ്ക് ട്രാക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ട്. എത്ര വരെ പോകുന്ന നോക്കാം. ഇനിയും ഉണ്ട് കുറേ സമയം. നാളെ രാവിലെ എത്തുന്ന നേരത്തെ പറഞ്ഞതല്ലേ. ഒരു ടൗൺ ഈ നാട്ടിലൊരു പെര പറഞ്ഞ സംഭവം കാണുന്നില്ല കേട്ടോ. കാട്ടിലേടി പെര എന്ന് പറഞ്ഞ സംഭവം കാണുന്നില്ല അങ്ങനെ. ഇത് പെരയെന്ന് തോന്നുന്നു. അവിടെന്തോ കറങ്ങുന്ന സാധനം കണ്ട മീറ്റ എത്ര 6 കറങ്ങുന്ന സാധനം മീറ്റ. എപ്പോഴും സോളാറും ഉണ്ടല്ലേ. ആ സോളാർ അതെന്തോ അറിയില്ല. കറങ്ങുന്ന സാധനം അപ്പുറം. ഇതാകെ ഒരു ഐസിപ്പ് ട്രെയിന്. പച്ച ഇഞ്ചെല്ലാണ് പോയത് ഐസിപ്പ്. ഈ ട്രെയിനിൻ്റെ പേര് എനിക്ക് എന്ത് വരെ അറിയില്ല. എനിക്ക് കേരളത്തിലോടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ കേരളത്തിലോടുന്നത് മാത്രമേ അറിയുള്ളൂ. ഇത് ഏത് ട്രെയിൻ വരെ എനിക്കെന്ന് അറിയുന്നില്ല. ആരെ നെഹി ആരെ ഇപ്പം കണ്ടിട്ട സിഗരറ്റ് വലിക്കാൻ പാടില്ല കണ്ടല്ലേ. ഇതവിടുത്തെ പാൻട്രി കണ്ട. ഓ വീഡിയോ എടുക്കണ്ട ആള്. ആ ഇപ്പം പാൻട്രിൻ്റെ വീഡിയോ എടുക്കാൻ തമ്പിക്കില്ല കേട്ടോ. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഭാഷയിൽ പാൻട്രിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കി. പറയുന്നത് വീഡിയോ എടുത്തുവിടാന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ പറഞ്ഞു. ഇനി എടുക്കില്ലാന്ന് ഞാൻ പാൻട്രിക്കാരോട് പറഞ്ഞു. അതുകൊണ്ട് പാൻട്രിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ എടുക്കാൻ വിടുന്നില്ല. അവർക്ക് എടുത്ത് പാൻട്രിൻ്റെ വീഡിയോ കുറച്ചെങ്കിൽ. ഇനി മലയാളികൾ എന്താക്കുമെന്ന് അറിയില്ല. പാൻട്രിൻ്റെ വീഡിയോ എടുത്തെങ്കിൽ മലയാളം എന്താക്കൂല അത്ര. മലയാളികൾ ഇത് വേറെ ഭാഷത്തെ ആളായോണ്ടേക്കും എടുക്കണ്ടാവുന്നത്. മലയാളികളെ എന്താക്കില്ല പാൻട്രിൻ്റെ വീഡിയോ എടുത്ത. എന്നാൽ ശ്രദ്ധിക്കണം കേട്ടോ. മലയാള പാൻട്രിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ പാൻട്രിയുടെ ഫുഡ് ഓർഡർ ആക്കണ്ടേ വീഡിയോ. ഏതോ ഒരു രജിസ്ട്രേഷനിലേക്ക് എത്തി. ഏതോ ഒരു അതാ ടൗൺ ഉണ്ട് അപ്പുറം. ഇത് മലയാളികളുണ്ടായില്ല. ഇതെല്ലാം വേറെ ഭാഷയ്ക്കും. ചില നമുക്കറിയാമെന്നെങ്കിലും മലയാളികളെല്ലാം തോന്നിയിട്ടുണ്ടാവും യാത്ര ആയിട്ട്. പക്ഷെ നമുക്കറിയില്ല മലയാളം ഉണ്ടോ ഇല്ലോന്ന്. ചിലത്തേടെല്ലാം മലയാളികളെ കാണലുണ്ട്. ഇപ്പം കേരളത്തിൽ ഇന്ത്യക്കാരെല്ലാം കാണുന്ന ബംഗാളികളെല്ലാം ഉണ്ടല്ലേ. ഞങ്ങളുടെ ബംഗാളികൾ താമസമുണ്ട്. സൗത്ത് സ്കൂളിൻ്റെ അപ്പുറം ഒരു ബംഗാളികൾ ഒന്നല്ല കുറച്ച് 9-10 ഉണ്ട് ബംഗാളികൾ. ഇന്ത്യയിൽ വിസ പറഞ്ഞിട്ട് ബംഗാളി വിസ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേരള മലയാളി വാസിയാണ്. പ്രശ്നം എന്തെങ്കിലും
ആർച്ചറിൻ്റെ സ്ഥലത്തെങ്കിൽ പോകുമ്പോൾ അങ്ങനെ ഭാഷയെല്ലാം മാറും. ഏതോ ഒരു ഏരിയയിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. എനിക്കറിയില്ല ഇത് ഏരിയയിൽ. ഞാൻ ഇങ്ങനെ യാത്ര പറയാൻ വിചാരിച്ചു. യാത്ര പറയുന്നത് ഓരോ പള്ളിയിൽ സിയാർത്ത് ചെയ്യാൻ പോകും ഞാൻ. അതുകൊണ്ട് ഇങ്ങനെ യാത്ര സിയാർത്ത് ചെയ്ത് എനിക്ക് 8 ട്രെയിനിൽ യാത്ര ചെയ്യാണ്ട്. ഇത് ഞാൻ രണ്ടാമത്തെ ട്രെയിൻ യാത്രയ്ക്ക് 8 വട്ടം. അതിന് ചില വീഡിയോസെല്ലാം ഇടും കേട്ടാ. ഇപ്പോൾ രാത്രി നമുക്ക് നാളെ രാവിലെ കാണാം. ഞാൻ കാർന്നിറങ്ങാൻ പോകുന്ന 2 ദിവസം. ഇവിടെ ഞാൻ പൊറോട്ടയാണ് പറഞ്ഞത് രാത്രി. കാർന്നിറങ്ങാത്ത പൊറോട്ട. ഇത് പൊറോട്ട ഇവിടുത്തെ ഭാഷ ശരിയായിട്ടാട്ടാ. ഞാൻ ശരിക്കും 4 പൊറോട്ടക്കാണ് ഓർഡർ ചെയ്തത്. കിട്ടിയ നോക്ക് ഊണും 4 കളി. ഇതെന്ത് ഭാഷ? ഞാൻ പൊറോട്ടക്ക ശരിക്കും ഓർഡർ ചെയ്തത്. പൊറോട്ടക്ക് ഓർഡർ ചെയ്ത് കിട്ടിയ നോക്ക് ഊണ്. ഇതാ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, പൈസ വെറുതെ പോയല്ലേ. ഇനി തന്നെ നമുക്ക് കഴിക്കാം. ഊണും പച്ചക്കറി. അതിൻ്റെ ഇത് സോയാബീൻ ഉണ്ട്. ഇതിൽ കടലക്കറി വയ്ക്കും. അത് സോയാബീൻ ഉണ്ട്. അപ്പുറം ദാലുണ്ട്. ഞാൻ 4 പൊറോട്ടക്കാണ് പാൻട്രിക്കാരർ ഓർഡർ ചെയ്ത്. കിട്ടിയത് ഊണ്. എന്ത് പാൻട്രി? എനിക്ക് തോന്നി അവരെ ചോറിൻ്റെ ഭാഷ പൊറോട്ട ആയിട്ട് പറയുന്നേക്കുന്നു. ചോറിൻ്റെ ഭാഷ അതുകൊണ്ട് അങ്ങനെ ഊണിൻ്റെ ഭാഷ പൊറോട്ടയ്ക്കുന്നു. ഞാൻ 4 പൊറോട്ട ഓർഡറാണ് പറഞ്ഞത്. കിട്ടിയതാരെ ചോറ് ഊണാണ്. രാത്രിക്ക് ആ ഊണ് കഴിച്ച്. ഇനി ഞാൻ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, കാശ് വെറുതെ പോലെ. അവർ ഊണ് കഴിച്ചിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിച്ചു. ഇപ്പോൾ ഞാൻ സ്വന്തം വീട്ടിൽ ഉറങ്ങാൻ പോകും. ഇപ്പോൾ രാവിലെ കഴിഞ്ഞു. ഇനി നമുക്ക് ന്യൂഡൽഹി അസർത്താൻ നിസാമുദ്ദീൻ ന്യൂഡൽഹിയിലേക്ക് പിന്നീട് എത്തിയാൽ നമുക്ക് കീ നയിക്കും. ഈ കമ്പാർട്ട്മെൻറ്റ് സാർ ഇവിടെ ഒരു ബിൽഡിംഗ് ആണ്. ടൗണ് ഞാൻ ചെയ്യാൻ പോകുന്നതാണ്. അസർത്താൻ നിസാമുദ്ദീൻ ന്യൂഡൽഹിയിലേക്ക് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നു. കണ്ടില്ലേ? ഇതാ ന്യൂഡൽഹി. രാവിലെ എത്തിയതാണ് ന്യൂഡൽഹിയിലേക്ക്. നമ്മളൊക്കെ വന്നാലെല്ലാം ഉണ്ട്. കേട്ടാ ന്യൂഡൽഹി. കണ്ടാ അപ്പോൾ ഓക്കെ, നമുക്കിന് അടുത്ത വീഡിയോ കാണാം. ബൈ.